വെൽക്കം അഗെയിൻ. എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നല്ലോ. നിങ്ങളുടെ സ്വന്തം പ്രിട്ടി മിസ് ആണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇതാ നമ്മുടെ ഓണ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ ചിത്രങ്ങളുമാണ് നമ്മൾ ഈ ഒരൊറ്റ വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത്. ഇപ്പോൾ ഫിഗർ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഡയഗ്രാം ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഷുവർ ആണ്. എന്തായാലും 3 മാർക്കിനും 2 മാർക്കിനും ഡയഗ്രാം ബേസ്ഡ് ക്വസ്റ്റ്യൻസ് വരും. അപ്പൊ അതുകൊണ്ട് ചിലപ്പോൾ 1 മാർക്കിന് വരാറുണ്ട് കേട്ടോ, ടിഷ്യൂസ് തന്നിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ 3 കാറ്റഗറിയിലും വരാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എല്ലാ മക്കളും എന്ത് ചെയ്യണം, ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണണം. മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയറും ചെയ്യണം. അത് മാത്രമല്ല നമ്മൾ ഈ ഡയഗ്രാംസ് എല്ലാം പഠിച്ചു കഴിയുമ്പം നിങ്ങളെ ബുദ്ധിമുട്ടിച്ചത് ഏത് ഡയഗ്രാമാണ് അല്ലെങ്കിൽ കുറച്ച് പാട് ഏതാണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നിയത് അത് കൂടെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അപ്പൊ നേരെ നമുക്ക് എന്ത് ചെയ്യാം, ഫിഗറിലേക്ക് പോകാം. ഫസ്റ്റ് ചാപ്റ്റർ ലൈഫ് മിസ്റ്ററീസ് ഇൻ ലിറ്റിൽ ചാമ്പേഴ്സ് അല്ലേ, അതായത് കുഞ്ഞിറക്കുള്ള ജീവിത രഹസ്യങ്ങൾ എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടന്റ് സെൽ ഓർഗനൽസ് ആണ്. ഷുവർ ആയിട്ട് 100% മിസ് പറഞ്ഞുതരാം. 100% ഉറപ്പിക്കാവുന്ന ഒരു ചോദ്യമാണ്. ഏതെങ്കിലും ഒരു കോശാംഗം തന്നിട്ട് അതിൻ്റെ ചിത്രം തന്നിട്ട് അതിൻ്റെ ഏതാണ് ഇത് കണ്ടെത്താൻ ചോദിക്കും. അതുപോലെ അതിൻ്റെ ഫംഗ്ഷൻ അല്ലെങ്കിൽ ധർമ്മം ചോദിക്കും. അപ്പൊ പഠിച്ചു വെച്ചോ. ഇതുപോലെ ഒരു എന്താണ് ആ ഒരു ബേസിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വളഞ്ഞു വളഞ്ഞു കിടക്കുന്ന ഒരു സാധനം കണ്ടാൽ ഓർമ്മയൊപ്പിച്ചോളൂ, ഇത് മൈറ്റോകോൺട്രിയ ആണ്. മൈറ്റോകോൺട്രിയ എന്നോ മൈറ്റോകോൺട്രിയോൺ എന്നോ നിങ്ങൾക്ക് എഴുതാം. അതിൻ്റെ ഫംഗ്ഷൻ എന്താണ് മക്കളെ? മൈറ്റോകോൺട്രിയൻ എനർജി ഉണ്ടാക്കുന്നതാണ് അല്ലേ, പവർ ഹൗസ് ഓഫ് ദ സെല്ലാണ്. മറന്നു പോകരുത്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പവർ ഹൗസ് എന്നും കൂടെ നിങ്ങൾക്ക് ഓർക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു തരികയാണ്, ഊർജ നിലയം. അപ്പൊ ഈ ചിത്രം കണ്ടാൽ ഉറപ്പിച്ചോ ഇതുപോലത്തെ ഓർഗനൽസ് ചോദിക്കാറുണ്ട്. രണ്ടാമത്തെ ഓർഗനൽ ഇതുപോലെ വളഞ്ഞു വളഞ്ഞ് അതിന്റെ മേലെ കടുകുമണി പെറുക്കിയിട്ട പോലെ ഒരു ചിത്രം കണ്ടാൽ ഉറപ്പിച്ചോ ഇതെന്താണ് മക്കളെ? എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലമാണ്. എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം എന്ന് പറയുമ്പോൾ 2 പോയിന്റ് ആണ് നിങ്ങൾ ഓർക്കേണ്ടത്. ഒന്ന് സൈറ്റോസ്കെലിട്ടൻ ആണ്, സെല്ലിന്റെ സൈറ്റോസ്കെലിട്ടൻ അല്ലെങ്കിൽ കോശ അസ്ഥികൂടം എന്ന് നമ്മൾ പറയുന്നു. രണ്ടാമത്തേത് ഓർക്കേണ്ടത് എന്താണ്? പാസേജ് ഇൻ ദ സെല്ലാണ്. പാസേജ് ഇൻ ദ സെൽ, അതായത് കോശത്തിനകത്തെ സഞ്ചാരപാത. അപ്പൊ ഈ ഫിഗർ കണ്ടാൽ ഓർത്തോളൂ ഇതെന്താണ് മക്കളെ? എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലമാണ്. മൂന്നാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് റൈബോസോം ആണ്. വളരെയധികം ഒരു 2 തലയും അതിൻ്റെ താഴെ ഒരു ഭാഗം അല്ലെ, ഒരു അടയ്ക്ക പോലെ ഒരു ഭാഗം തലയിൽ ഒരു തൊപ്പി വെച്ചിട്ടിരിക്കുന്നത് കണ്ടാൽ ഓർത്തോളൂ ഇത് റൈബോസോം ആണ്. ഇതിന്റെ പ്രധാന ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? പ്രോട്ടീൻ സിന്തസിസ് ആണ്. മാംസ്യ നിർമ്മാണമാണ്. ഉറപ്പിച്ച് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അവസാനം നമ്മൾ പഠിക്കുന്ന 2 എണ്ണമുണ്ട്. വാക്യൂൾ, ഫേനം എന്ന് പറയുന്നത് അല്ലേ. ഇതിൽ ഈ മൊത്തത്തിലല്ല, ഇതുപോലെ ഒരെണ്ണം മാത്രമായിട്ടും ചിലപ്പം തരാം, ഏകദേശം ഇതുപോലെ ആയിട്ടും തരാം, ചിലപ്പോൾ ഇത് മാത്രം തരും. ടോണോപ്ലാസ്റ്റ്, ഇതെന്താണ്? ടോണോപ്ലാസ്റ്റ് എന്നും പറഞ്ഞു തരാം. അതല്ലെങ്കിൽ ഈ ഫിഗർ തന്നിട്ട് ഇതിൻ്റെ ഈ ഭാഗം അടയാളപ്പെടുത്താനും ചോദിക്കാം. വാക്യൂളിൻ്റെ മെംബ്രെയിൻ അല്ലെങ്കിൽ വാക്യൂളിൻ്റെ കവർ ചെയ്തിട്ടുള്ള എന്താണ് സ്ഥലം, മെംബ്രെയിൻ എന്ന് പറയുന്നത് ടോണോപ്ലാസ്റ്റ് ആണെന്ന് ഓർത്ത് വെക്കണം. ഇത് കാണുന്നില്ല അല്ലേ? ഓക്കെ, എന്താണ് മക്കളെ? ടോണോപ്ലാസ്റ്റ് ആണെന്ന് ഓർത്ത് വെക്കുക. ടോണോപ്ലാസ്റ്റ്, ഇതും ഷുവർ ആയിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്. അടുത്തത് നമ്മുടെ ഗോൾജി കോംപ്ലക്സ് ആണ്. ഗോൾജി കോംപ്ലക്സിൽ ഈ 2 ചിത്രങ്ങൾ, ഇപ്പോൾ ടെക്സ്റ്റിലെ ചിത്രം തരാം അല്ലെങ്കിൽ ഏകദേശം ഇതുപോലെ വെസിക്കിളായിട്ടും വളഞ്ഞിരിക്കുന്ന ഒരു ചിത്രവും കണ്ടാൽ ഓർത്തോളൂ ഇതെന്താണ്? ഗോൾജി കോംപ്ലക്സ് ആണ്. ഇത് സെക്രീഷൻസിന് സഹായിക്കുന്നു അല്ലേ. അതുപോലെ തന്നെ ഹോർമോണുകളും എൻസൈമുകളൊക്കെ എന്താണ് ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്നു. ഗ്രന്ഥി കോശങ്ങളിൽ, അതായത് ഗ്ലാൻഡുകളാണ് കൂടുതൽ കാണുന്നത്. വാക്യൂൾ എന്തിനു വേണ്ടിയിട്ടാണ്? സ്റ്റോർ വാട്ടർ, സോൾട്ട്, വേസ്റ്റ് മെറ്റീരിയൽസ് ആണ്. ജലവും അതുപോലെ ലവണങ്ങളും മറ്റ് വിസർജ്യ വസ്തുക്കളൊക്കെ സംഭരിക്കുന്നത് എവിടെയാണ്? നമ്മുടെ ഈ വാക്യൂളാണ്. ചിത്രമാണ് പഠിച്ചു വെക്കേണ്ടത്, ഗോൾജി കോംപ്ലക്സ്. അടുത്ത പ്രധാനപ്പെട്ട ആളാണ് ന്യൂക്ലിയസ്. നമ്മൾ എപ്പോഴും ഒഴിവാക്കി വിടും, പക്ഷെ ഇതിൽ നിന്ന് ചോദ്യം വരാറുള്ളതാണ്. നോക്കി വെച്ചോ, ഇതാണ് ന്യൂക്ലിയസ് അല്ലെങ്കിൽ മർമ്മം എന്ന് പറയുന്നത്. അതിൻ്റെ ഏറ്റവും സെൻട്രലിൽ നിങ്ങൾ കാണുന്നതാണ് നമ്മുടെ ന്യൂക്ലിയോലസ് അല്ലെങ്കിൽ മർമ്മകം എന്ന് പറയുന്നത്. അതാണ് എന്ത് ചെയ്യുന്നത്? ഇതിൻ്റെ പ്രധാന പങ്ക്. നമ്മുടെ ഈ ഒരു റൈബോസോമിനെ ഉണ്ടാക്കുന്നത് ആരാണ്? നമ്മുടെ ഈ ഒരു മർമ്മകമാണ് എന്ന് ഓർത്ത് വെക്കുക, റൈബോസോമിനെ ഉണ്ടാക്കുന്നത്. അടുത്തത് ഇതിന് തൊട്ട് പുറത്തായിട്ട് നിങ്ങൾ കാണുന്ന ഈ ഒരു ഏരിയ ഉണ്ടല്ലോ, ആ നൂല് പോലെ കാണുന്ന ഭാഗമുള്ളത്, ആ കാണുന്ന ഭാഗത്തിനെ നമ്മൾ പറയുന്നത് എന്താണ്? നമ്മുടെ ന്യൂക്ലിയോപ്ലാസം എന്നാണ്. ന്യൂക്ലിയോപ്ലാസം
അല്ലെങ്കിൽ മർമ്മദ്രവ്യം എന്ന് പറയും. അതിൻ്റെ മേലെയാണ് നമുക്ക് ക്രൊമാറ്റിൻ റെട്ടിക്കുലം കാണുക. ആ ക്രൊമാറ്റിൻ റെട്ടിക്കുലമാണ് ഈ നൂല് പോലെ കാണുന്ന ഭാഗം. അവിടെയാണ് എന്തുള്ളത്, ജീനുകളുള്ളത്. അപ്പോൾ ക്രൊമാറ്റിൻ റെട്ടിക്കുലത്തിലാണ് ജീനുകൾ നമുക്ക് കാണാൻ പറ്റുക. ഇനി ന്യൂക്ലിയസിന് പുറമേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ് എന്ത്, ന്യൂക്ലിയർ മെംബ്രെയിൻ അല്ലെങ്കിൽ മർമ്മസ്തരം എന്ന് പറയുന്നത്, അതിനെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നത്. അവിടെ നിങ്ങൾക്ക് ചെറിയ ചെറിയ ഓട്ടകൾ കാണാം, ഓപ്പണിങ്സ് കാണാം. അതാണ് മർമ്മരന്ധ്രം അല്ലെങ്കിൽ ന്യൂക്ലിയർ പോർ. ന്യൂക്ലിയസിൻ്റെ ഉള്ളിലേക്കും പുറത്തേക്കുമുള്ള സാധനങ്ങളെ കടത്തി വിടുന്നത് ന്യൂക്ലിയർ പോറിലൂടെയാണ്. അപ്പം ഈ ഒരു ഫിഗറും ഓർത്ത് വെക്കോ. ഇത് ചിലപ്പോൾ 3 മാർക്കിന് ഈ ഭാഗങ്ങൾ അടയാളപ്പെടുത്താൻ വരാവുന്നതാണ്. അടുത്തത്, ഒരു പ്ലാൻ സെല്ല് തന്നിട്ട് ഏതെങ്കിലും ഒരു സെൽ ഓർഗനൽ എവിടെയാണെന്ന് ചോദിക്കാം. അപ്പം ഈ പ്ലാൻ സെല്ലിൽ ശ്രദ്ധിച്ചു വെച്ചോ, ഇതാണ് നമ്മുടെ ന്യൂക്ലിയസ്. അതിന് ചുറ്റുമായിട്ട് നിങ്ങൾ കാണുന്നതാണ് എന്ത്, നമ്മുടെ എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം. അതിൻ്റെ മേലെ ചെറിയ ചെറിയ കടുകുമണി പോലെ കാണുന്നതാണ് നമ്മുടെ റൈബോസോം എന്ന് പറയുന്നത്. പിന്നെ ഇതാ ഇത്രയും വലുപ്പത്തിൽ പ്ലാന്റ് സെല്ലിൽ നിങ്ങൾ കാണുന്നുണ്ട് ഒരു സാധനമെങ്കിൽ അത് ഉറപ്പിച്ചു, അത് വാക്യൂളാണ്, ഫേനമാണ്. പിന്നെ ഇതുപോലെ പച്ച കളറിലൊരു പാത്രം തുറന്നു വെച്ച പോലെ കാണുന്നുണ്ടെങ്കിൽ അതെന്താണ്, നമ്മുടെ ക്ലോറോപ്ലാസ്റ്റ് ആണ്. തൊട്ടിപ്പുറത്തൊരു വട്ടത്തിൽ അല്ല ഒരു ചെറിയ ഭാഗമായിട്ട് കാണുന്നെങ്കിൽ അതെന്താണ്, മൈറ്റോകോൺട്രിയ. ഇത് മൈറ്റോകോൺട്രിയനും ഇത് ക്ലോറോപ്ലാസ്റ്റുമാണ്. പ്ലാൻ സെല്ല് നല്ല സെൽ വോൾ അല്ലേ, കട്ടി കൂടിയ ഒരു കോശ ഭിത്തിയുണ്ട്, അതും കൂടി മനസ്സിലാക്കി വെക്കാം. ക്ലിയർ ആയ മക്കളെ? ഇപ്പോൾ ഓരോ ഭാഗവും മനസ്സിലാക്കണം. നേരെ മറിച്ച് ആനിമൽ സെല്ലും നിങ്ങളോട് തന്നിട്ട് ചോദിക്കാം. ആനിമൽ സെല്ലിന് സെൽ വോൾ ഇല്ല, പകരം ഒരു സെൽ മെംബ്രെയിൻ കോശസ്തരമാണുള്ളത്. അവിടെയും മെംബ്രെയിൻ മർമ്മം കാണാം. വലിയ വാക്യൂൾ നമുക്കിവിടെ കാണാൻ പറ്റില്ല. ഈ ന്യൂക്ലിയസിന് അടുത്തായിട്ട് ഇങ്ങനെ കാണുന്നത് എന്താണ്, നമ്മുടെ എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലമാണ്. പിന്നെ ഇതാണ് നമ്മുടെ മൈറ്റോകോൺട്രിയ, ഇത് നമ്മുടെ ഗോൾജി കോംപ്ലക്സ് ആണ്. ഇവിടെ നിങ്ങൾക്ക് കണ്ടോ ഒരു ചെറിയ ബൗൾ പോലെ കാണുന്നതാണ് ലൈസോസോം. അതല്ലാതെ ഇവിടെ സൈഡിലായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ് സെൻട്രോസോം. അപ്പം ആനിമൽ സെല്ലും പ്ലാൻ സെല്ലും വേറെ വേറെ തന്നെ ഭാഗങ്ങൾ മനസ്സിലാക്കി പഠിക്കാം. പിന്നെ മൈക്രോസ്കോപ്പ് നമുക്ക് അങ്ങനെ ഒഴിവാക്കാൻ പറ്റത്തില്ല. നേരെ തന്ന് ചോദിക്കാം, അങ്ങനെ ചോദിക്കാതിരിക്കുകയും ചെയ്യാം. പക്ഷേ ഒരു ഭാഗമായിട്ടും ചോദിക്കാം. ഓർത്ത് വെച്ചോ, ഈ കണ്ണ് വെക്കുന്ന ഭാഗമാണ് നമ്മുടെ ഐ പീസ് എന്ന് പറയുന്നത്. 2 നോബുകൾ കാണാൻ പറ്റും. ഒബ്ജക്റ്റീവ് ലെൻസ് എന്ന് പറയുന്നത് സ്ലൈഡ് നോക്കാൻ വേണ്ടി നമ്മൾ കാണിക്കുന്ന അല്ലെങ്കിൽ അതിനോട് അടുത്ത് കാണുന്നതാണ്. പിന്നെ സ്റ്റേജും ക്ലിപ്പും കാണാം. അതിൻ്റെ താഴെയാണ് എന്ത്, കണ്ടൻസർ ഉള്ളത്. ഏറ്റവും താഴെ നിങ്ങൾക്ക് എന്ത് കാണാം, മിറർ കാണാൻ പറ്റും. ആ മിററാണ് ലൈറ്റിനെ റിഫ്ലക്റ്റ് ചെയ്ത് എത്തിക്കുന്നത്. അപ്പം അതങ്ങനെയല്ല, അത് ഈ ഭാഗം മാത്രമായിട്ടും തരും. എന്താണെന്ന് ചോദിച്ചിട്ട്, ഇതെന്താ, നമ്മുടെ മിററാണ്. മിറർ എന്തിനാ യൂസ് ചെയ്യുന്നത്, വേറൊന്നിനും വേണ്ടിയിട്ടല്ല. അത് നമ്മുടെ പ്രകാശത്തെ കൃത്യമായി പ്രതിഫലിപ്പിക്കാൻ. മിറർ ഈസ് ഫിക്സ് ടു ഫോക്കസ് ലൈറ്റ് ഓൺ ദി ഒബ്ജക്റ്റ്. എന്തിനാണ്, ഇതിലെ മൈക്രോസ്കോപ്പിലെ ഓരോ ഭാഗം എടുത്തു തന്നിട്ട് അത് എന്തിനാണെന്ന് ചോദിക്കാം. അപ്പോൾ ഓർത്ത് വെച്ചോളൂ, മിറർ എന്തിനാണ്, ലൈറ്റിനെ കറക്റ്റായിട്ട് റിഫ്ലക്റ്റ് ചെയ്ത് ഫോക്കസ് ചെയ്യാനാണ് സഹായിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഭാഗം, ഈ ചിത്രം അല്ലായിരിക്കും ചിലപ്പം ഇതിൻ്റെ സ്റ്റെപ്പ് തന്നിട്ട് ഓർഡർ തെറ്റിച്ചോ അല്ലെങ്കിൽ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആയിട്ടോ ചോദിക്കും. അപ്പം ഇതിൻ്റെ ഓർഡർ കറക്റ്റ് പഠിച്ചു വെച്ചോളാം. മെറ്റീരിയൽ നമ്മൾ വെള്ളത്തിലിടുന്നു, പിന്നെ ചെറിയ ചെറിയ സെക്ഷൻസ് എടുക്കുന്നു, അതിനുശേഷം അത് സ്റ്റെയിനിൽ മുക്കുന്നു. ആ സ്റ്റെയിനിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഗ്ലാസ് സ്ലൈഡിലേക്ക് വെക്കുന്നു. എന്നിട്ടോ അതിനെ മേലെ ഒരു ഡ്രോപ്പ് ഗ്ലിസറിൻ ഒഴിക്കുന്നു. എന്നിട്ട് അതിനെ മേലെ നമ്മൾ കവർ സ്ലിപ്പ് വെക്കുന്നു. കവർ സ്ലിപ്പ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിക്കാവുന്നതാണ്. അപ്പം അധികമുള്ള വെള്ളം ഉണ്ടെങ്കിൽ അത് നമുക്ക് ടിഷ്യൂ പേപ്പർ വെച്ച് തുടച്ചു കളയാം. അപ്പോൾ ഈ ഒരു ഓർഡർ എന്തായാലും പഠിച്ചു വെക്കണം. ഓർഡർ വെച്ചിട്ടായിരിക്കും ക്വസ്റ്റ്യൻ വരിക. പിന്നെ ഇതാ നമ്മുടെ സയൻറ്റിസ്റ്റുകൾ. ഇത് സയൻറ്റിസ്റ്റുകളുടെ ഫോട്ടോ ഒന്നും വരില്ല, പക്ഷെ നിങ്ങൾ ഓർക്കേണ്ടത് ഓരോ സയൻറ്റിസ്റ്റുകളുടെ പേരുകളാണ്. ഈ പേരുകൾ കാരണം ടെക്സ്റ്റ് ബുക്കിൽ ഇത് ഫിഗർ ആയിട്ടാണ് തന്നിട്ടുള്ള, ഒരു ഇല്ലസ്ട്രേഷൻ ആയിട്ടാണ്. പക്ഷേ പേരുകൾ പഠിച്ചു വെക്കണം. പ്ലാൻ സെൽ MJ ശ്രീഡനാണ്. ആനിമൽ സെല്ല് തിയോഡർ ഷ്വാൻ ആണ് കണ്ടുപിടിച്ചത്. ഒരു സെല്ല് ഡിവൈഡ് ചെയ്താണ് പുതിയ സെല്ല് ഉണ്ടാവുന്നതെന്ന് കണ്ടുപിടിച്ചത് റുഡോൾഫ് വിർഷോ ആണ്. അതുപോലെ തന്നെ സെല്ല് ആദ്യമായി നിരീക്ഷിച്ചത് റോബർട്ട് ഹുക്കും, ന്യൂക്ലിയസ് മർമ്മം കണ്ടുപിടിച്ചത് റോബർട്ട് ബ്രൗണുമാണ്. അപ്പം അത് കണക്ട് ചെയ്ത് തന്നെ പഠിക്കണം. ഒരു ഭാഗവും നമുക്ക് ഒഴിവാക്കാനില്ല. ടിഷ്യൂസ് നമ്മുടെ കലകളിലേക്ക് സെൽ ക്ലസ്റ്റേഴ്സ് എന്ന ചാപ്റ്ററിലേക്ക് വരുമ്പം ഇത് ചിലപ്പം ചോദിക്കും. ഇത് മിസ്സിംഗ് ആയിട്ടായിരിക്കും ചോദിക്കാൻ ചാൻസ്. അപ്പം ആദ്യം നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന സെല്ല് സൈഗോട്ടാണ്. ഒരു ശരീരം അല്ലെങ്കിൽ ഒരു ഭാഗം അല്ലെങ്കിൽ ഒരു ജീവൻ ആദ്യം ഉണ്ടാകുന്ന സൈഗോട്ടിൽ നിന്നാണ്. അത് പിന്നെ ഡിവൈഡ് ചെയ്തിട്ടാണ് ഫീറ്റൽ സെൽ അല്ലെങ്കിൽ ഭ്രൂണകോശങ്ങൾ ഉണ്ടാകുന്നത്. അത് പിന്നെ ഓരോ ടിഷ്യൂസ് ആയിട്ട് മാറുന്നു. നെർവ് സെല്ലാവുന്നു, ബോൺ സെല്ലാവുന്നു, ബ്ലഡ് സെല്ലാവുന്നു, മസിൽ സെല്ലാവുന്നു. പിന്നീട് അത് കൂട്ടം ചേർന്ന് ഒരു ടിഷ്യൂസ് ആയിട്ട് മാറുകയാണ്. അപ്പം അതിൽ നാഡീകോശങ്ങൾ ചേർന്ന് നാഡീകലയാവുന്നു, അസ്ഥികോശങ്ങൾ ചേർന്ന് യോജകകലയാവുന്നു, രക്തകോശങ്ങൾ ചേർന്ന് യോജകകലയാവുന്നു, പേശികോശങ്ങൾ ചേർന്നിട്ട് എന്താവുന്നു, പേശി കലയാവുന്നു. അതുപോലെ എല്ലാം അങ്ങനെയാണ് രൂപപ്പെട്ട് കൊള്ളുന്നത്.
അപ്പോൾ കലകളിലേക്ക് വരുമ്പോൾ ആനിമൽ ടിഷ്യൂസ്, ജന്തു കലകളിൽ ഓർത്ത് വെക്കുക, ഈ ഒരു ചിത്രം കണ്ടാൽ അത് എപ്പിത്തീലിയൽ ടിഷ്യൂ ആണ്, ആവരണകൾ. ഇങ്ങനെ ഫ്ലാറ്റ് ആയിട്ട് ഒരു മാറ്റ് വിരിച്ചതുപോലെ കണ്ടാൽ ഓർത്തോളൂ അതെന്താണ്, ആവരണകൾ, എപ്പിത്തീലിയൽ ടിഷ്യൂ. നമ്മുടെ സ്കിന്നിലൊക്കെ കാണുന്നത് എപ്പിത്തീലിയൽ ടിഷ്യൂ ആണ്. സ്കിന്നിൽ മാത്രമല്ല നമ്മുടെ ഓർഗൻസിനെ കവർ ചെയ്യുന്നത്, നമ്മുടെ ഇന്നർ സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ ഒക്കെ വാളിൽ കാണുന്നത്, ഇതൊക്കെ ആവരണകല അല്ലെങ്കിൽ എപ്പിത്തീലിയൽ ടിഷ്യൂ ആണ്. ഇനി അടുത്തത് നെർവസ് ടിഷ്യൂ. ഈ ഒരു ചിത്രം കണ്ടോ, ഇതുപോലെ ഒരു ചിത്രമാണ് നിങ്ങൾ കാണുന്നത് എങ്കിൽ അത് ഉറപ്പിച്ചോ അതെന്താണ്, നമ്മുടെ നാഡീകല അല്ലെങ്കിൽ നെർവസ് ടിഷ്യൂ ആണ്. സാധാരണ കാണുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഈ ഒരു സെല്ലുള്ളത്. അപ്പോൾ ഇത് കണ്ടാൽ ഓർക്കണം ഇതെന്താണ്, നെർവസ് ടിഷ്യൂ അല്ലെങ്കിൽ നാഡീകല, നമ്മുടെ ബ്രെയിനിലും സ്പൈനൽ കോഡിലൊക്കെ കാണുന്നതാണ്, നമ്മുടെ മസ്തിഷ്കത്തിൽ കാണുന്നത്. മൂന്നാമത്തേത് നമ്മുടെ മസിൽ സെൽ. മസിൽ സെൽ നിങ്ങൾക്ക് ഇതുപോലെ വരയായിട്ട് കാണാം. ഇതേ ചിത്രം തന്നിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പോൾ ഓർത്ത് വെച്ചോളൂ, ഇത് മസിൽ സെൽ, പേശികലയാണ്. നമ്മുടെ മൂവ്മെൻറ്റ്, നമ്മുടെ പേശികൾ സങ്കോചിച്ചാണ് നമുക്ക് അനങ്ങാൻ അല്ലെ മൂവ് ചെയ്യാനൊക്കെ പറ്റിയിരിക്കുന്നത്, സഞ്ചരിക്കാനൊക്കെ നമ്മളെ സഹായിക്കുന്നത്. പിന്നെയുള്ളത് കണക്റ്റീവ് ടിഷ്യൂ ആണ്. ടെക്സ്റ്റ് ബുക്കിൽ ഈ ഒരു ചിത്രമാണ്. ഇത് തന്നെത്താനെ തന്ന് ചോദിക്കാമോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ RBC ജസ്റ്റ് റെഡ് ബ്ലഡ് സെൽ മാത്രം തന്നിട്ടും അല്ലെങ്കിൽ അസ്ഥി തന്നിട്ടൊക്കെ ചോദിക്കാം. അപ്പോൾ അസ്ഥി ആണെങ്കിലും RBC ആണെങ്കിലും ഇതൊക്കെ എന്താണ്, കണക്റ്റീവ് ടിഷ്യൂ, യോജക കലയാണെന്ന് മറക്കാതെ മനസ്സിലാക്കി വെക്കുക. അപ്പം 4 ജന്തുകലകളാണ് നമ്മൾ പഠിക്കുന്നത്. ഇനി പ്ലാന്റ് ടിഷ്യൂസിലേക്ക് വരുമ്പോൾ ഇതാ ഈ ചിത്രം നിങ്ങൾ ചിലപ്പം വിട്ടുപോകും, പക്ഷെ ഇത് ഓർത്ത് വെക്കണേ. ഇതുപോലെ ഒരു സ്റ്റെമ്മിൻ്റെ ടിപ്പോ റൂട്ടിൻ്റെ ടിപ്പോ തന്നാൽ ഓർത്തോളാം അത് മെരിസ്റ്റമിക കലകൾ അല്ലെങ്കിൽ മെരിസ്റ്റമിക ടിഷ്യൂസ് ആണ്. അപ്പോൾ ഓർക്കണം, ഒരു ഷൂട്ടിൻ്റെ ടിപ്പോ റൂട്ടിൻ്റെ ടിപ്പോ, അതായത് ഒരു തണ്ടിൻ്റെ അഗ്രഭാഗമോ അല്ലെങ്കിൽ ഒരു വേരിൻ്റെ അഗ്രഭാഗമോ തന്നിട്ടുണ്ടെങ്കിൽ അവിടെയുള്ള ടിഷ്യൂ ഏതാണ്, നമ്മുടെ മെരിസ്റ്റമിക് ടിഷ്യൂസ് ആണ്. അപ്പോൾ അത് ആക്റ്റീവ്ലി ഡിവൈഡ് ചെയ്യുന്ന ടിഷ്യൂ ആണെന്ന് ഓർത്ത് വെക്കാം. പിന്നെ മെരിസ്റ്റമിക് ടിഷ്യൂ മെച്വർ സെല്ലും ഇത് തന്നിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം ലൈവിൽ തന്നെ കണ്ടിരുന്നു. ടേബിളായിട്ടും അതല്ലെങ്കിൽ കമ്പയർ ചെയ്തും ഒക്കെ ചോദ്യം വരും. അപ്പോൾ ഏതാണ്, മെരിസ്റ്റമിക് ടിഷ്യൂവിൻ്റെ പ്രത്യേകത ഓർത്ത് വെക്കണം. ലാർജ് ന്യൂക്ലിയസ് നിങ്ങൾക്ക് കാണാം, കൂടുതൽ സൈറ്റോപ്ലാസം നിങ്ങൾക്ക് കാണാം, മോർ സൈറ്റോപ്ലാസം കാണാം, തിൻ പ്രൈമറി വോളാണ്. എന്നാൽ മെച്വർ സെല്ലിലേക്ക് വരുമ്പോഴോ ഇവിടെ നിങ്ങൾ കാണുന്നത് നോക്കിക്കേ, പൂർണ്ണ വളർച്ചയെത്തിയ കോശത്തിൽ ചെറിയ ന്യൂക്ലിയസ് ആയി, അവിടെ വാക്യൂളാണ് കൂടുതലും. അതുപോലെ തന്നെയോ തിക് സെക്കൻഡറി വോള് കാണാം, സൈറ്റോപ്ലാസം എന്ത് ചെയ്തു, കുറഞ്ഞു. അപ്പം ഈ ഒരു രീതിയിൽ രണ്ടും വേർതിരിച്ച് തന്നെ പഠിക്കണം. ഇതിൽ നിന്നൊരു ഷുവർ ക്വസ്റ്റ്യൻ ഉറപ്പാണ്, ഉണ്ടാവും. അടുത്തത് പ്ലാന്റ് ടിഷ്യൂസ്, ഓരോ ഭാഗങ്ങൾ പഠിക്കാനാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം, നമ്മളൊരു പ്ലാന്റിൻ്റെ ഒരു സെക്ഷൻ എടുത്താൽ അതിനൊരു ചെറിയ കഷ്ണം മുറിച്ച് നമ്മൾ മൈക്രോസ്കോപ്പിലൂടെ നോക്കിയാൽ ഇതുപോലെ നിങ്ങൾക്ക് കാണാം. പാരൻകൈമ കാണാം, കോളം കൈമ കാണാം, പാരൻകൈമ, കോളം കൈമ, ഇവിടെ നിങ്ങൾക്ക് സ്ക്ലീറൻ കൈമ കാണാം, സൈലോം ഫ്ലോയും കാണാം. അപ്പോൾ ഓരോ ടിഷ്യൂസിനെയാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത്. അപ്പോൾ പ്ലാന്റ് ടിഷ്യൂസിൽ ആദ്യം നമ്മൾ കാണുന്നത് പാരൻ കൈമയാണ്. ഇതുപോലെ ചെറിയ ചെറിയ വട്ടത്തിൽ ജോയിൻ ചെയ്ത് സിമ്പിളായിട്ടുള്ള സ്ട്രക്ചറാണ് പാരൻ കൈമയ്ക്കുള്ളത്. നേരെ മറിച്ച് കോളൻ കൈമയിലേക്ക് വരുമ്പോഴോ ഇതിൻ്റെ കോർണേഴ്സിലാണ് തിക്കനിങ് ഉള്ളത് അല്ലേ. കോർണറിൽ ഇങ്ങനെ തിക്കനിങ് ഉണ്ട് എങ്കിൽ ഓർത്തോളൂ അതെന്താണ്, കോളൻ കൈമയാണ്. ഫ്ലെക്സിബിലിറ്റി, മടങ്ങാനും വളയാനൊക്കെ സഹായിക്കുന്നത് ഈ കോളൻ കൈമ ഉള്ളത് കൊണ്ടാണ്. മൂന്നാമത്തേത് എന്താണ്, സ്ക്ലീറൻ കൈമയാണ്. സ്ക്ലീറൻ കൈമയുടെ പ്രത്യേകത എന്താ മക്കളെ, ഒരു സെല്ല് നമ്മൾ വരയ്ക്കുമ്പോൾ അതിന് ചുറ്റും നല്ല കട്ടിയുള്ള കോശങ്ങളാണ്, അതെന്താണ്, സ്ക്ലീറൻ കൈമയാണ്. അപ്പം സ്ക്ലീറൻ കൈമ ഇതുപോലെ ചിത്രങ്ങൾ തന്നിട്ട് ചോദിക്കാം. അതിന് ഫങ്ഷൻ, ധർമ്മം എന്ന് പറയുന്നത് എന്താണ്, നല്ല സപ്പോർട്ടും പ്രൊട്ടക്ഷനും ഒക്കെ കൊടുക്കുന്നു എന്നുള്ളതാണ്. അപ്പം താങ്ങും ബലവും നൽകുന്നത് സ്ക്ലീറൻ കൈമയാണ്. പിന്നെ ലാസ്റ്റ് നമ്മൾ പഠിക്കുന്ന വാസ്കുലാർ ടിഷ്യൂസ് ആണ്. 2 ആൾക്കാരേ ഉള്ളൂ, നമ്മുടെ സൈലവും ഫ്ലോയവും. അപ്പം സൈലോം ഫ്ലോയും നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ ഓർക്കണം, ചിത്രം തന്നിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ ചോദിക്കും. അപ്പം ആരോ മാർക്ക് മേലേക്കാണെങ്കിൽ അതെന്താണ്, സൈലമാണ്, താഴേക്കാണെങ്കിൽ അതെന്താ മക്കളെ, ഫ്ലോയമാണ്. അപ്പം ഇത് കറക്റ്റായിട്ട് പഠിച്ചു വെക്കണം. മേലേക്ക് പോകുന്നുണ്ടെങ്കിൽ അത് സൈലമാണ്, താഴോട്ട് പോകുന്നുണ്ടെങ്കിൽ അത് ഫ്ലോയമാണ്. അതുപോലെ തന്നെ ഇവിടെ കണ്ടില്ലേ, ഇതുപോലെ ട്യൂബായിട്ട് ഒരേപോലെ കാണുന്ന സൈലമാണ്, ഇതുപോലെ കണക്റ്റഡ് ആയിട്ടുള്ള ട്യൂബുകൾ കാണുന്നത് ഫ്ലോയമാണ്. അപ്പം ചിത്രങ്ങൾ കണ്ടാൽ ഏതാണ് ടിഷ്യൂ ഏതാണ് സെൽ ഓർഗൻ എന്ന് കണ്ടുപിടിക്കാൻ എന്തായാലും പഠിച്ചു വെക്കണം. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. പിന്നെ നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉള്ള അവസാന ഭാഗത്തു നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഇതാണ്, അവയവങ്ങൾ ചേർത്തിട്ട്. അതായത് ടിഷ്യൂസ്, ഇപ്പം നമ്മൾ കണ്ട നെർവസ് ടിഷ്യൂ ഉണ്ട്, എപ്പിത്തീലിയൽ ടിഷ്യൂ, കണക്റ്റീവ് ടിഷ്യൂ, മസ്കുലാർ ടിഷ്യൂസ് ഉണ്ട് അല്ലേ. അപ്പം ഈ കലകളെല്ലാം കൂടെ ചേർന്നിട്ട് അവയവങ്ങളായി മാറുന്നുണ്ട്.
ആമാശയമാവാം, ചെറുകുടലാകാം, അല്ലെങ്കിൽ ശ്വാസകോശമാകാം. ഇതുപോലെ ഇതെല്ലാം ചേർന്ന് ഇപ്പം ആമാശയവും ചെറുകുടലും എല്ലാം കൂടെ ചേർന്നിട്ട് ദഹന വ്യവസ്ഥ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം ആവുന്നു. ഇതേപോലെ നമ്മുടെ ശ്വാസകോശവും നമ്മുടെ നമ്മുടെ ത്രോട്ട് ട്രക്കിയൊക്കെ ചേർന്നിട്ടാണ് നമ്മുടെ ശ്വസന വ്യവസ്ഥയാവുന്നത് അല്ലേ. അപ്പം അങ്ങനെ അവയവങ്ങൾ ചേർന്ന വ്യവസ്ഥകളാകുന്നു എന്നുള്ള ഒരു കോൺസെപ്റ്റ് പഠിച്ചു വെക്കണം. ഈ ഒരു ചിത്രത്തിൽ നിന്നും ചോദ്യം വരാൻ സാധ്യതയുള്ളതാണ്. അപ്പം ഏകദേശം ഒരു ഐഡിയ കിട്ടിയല്ലോ. എന്തായാലും 100% മിസ് ഗ്യാരണ്ടിയിൽ പറയുകയാണ്, ഓർഗനൽസും ടിഷ്യൂസും അത് പ്ലാന്റ്സ് ആയാലും ആനിമൽസ് ആയാലും വിട്ടുപോകരുത്. ചിത്രം ഉറപ്പിച്ച് പഠിക്കേണ്ട കാര്യമാണ്. അപ്പം നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ടുള്ളത് ഇതിൽ ഏത് ഡയഗ്രമാണ്, ഏതൊരു പിക്ചറാണ് എന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അടിപൊളി എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് മിസ് തീർച്ചയായിട്ടും വീണ്ടും വരും. നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള വീഡിയോ ആണ്, എവിടെയാണ് ഡൗട്ട് ഉള്ളത് എന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങൾക്ക് വേണ്ട വീഡിയോ ആയിട്ട് മിസ് വീണ്ടും വരാം. ബൈ.